ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ സീ ബ്ലൂ എന്ന് പറയുന്ന ഈ ഷിപ്പ്യാർഡിൽ വിശാലാക്ഷി എന്ന കപ്പലിന് തീ പിടിച്ചത്. വിശാലാക്ഷി എന്ന കപ്പലിന്റെ പിൻഭാഗത്തായാണ്, പുറകുവശത്തായാണ് ഈ തീ പടർന്നിട്ടുള്ളത്. വലിയ തോതിൽ തീ പടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. 3 മണിക്ക് തീ പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ കപ്പലിനകത്തുണ്ടായിരുന്ന 4ഓളം ജീവനക്കാർ ഈ കപ്പലിനകത്ത് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങുകയും പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ആദ്യം ഒരു യൂണിറ്റ് ഫയർഫോഴ്സും എത്തി. പക്ഷേ തീ നിയന്ത്രണ വിധേയമല്ലാതെ എന്ന് കണ്ടതോടുകൂടി കൂടുതൽ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഏകദേശം 5 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തിയിരുന്നു. പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി കൊച്ചി ഷിപ്പ്യാർഡിലുള്ള ഹൈഡ്രന്റ് സംവിധാനം ഉപയോഗിച്ച് ഒരു ഭാഗത്തു നിന്ന് വെള്ളം ചീറ്റുകയും മറ്റു 2 ഭാഗത്തു നിന്ന് ഫോം അടിച്ചുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ പുറം ഭാഗത്തെ തീയെല്ലാം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഞാൻ ആദ്യം വന്ന ശേഷം ഇവിടുത്തെ ഫയർ നോക്കിയാൽ ഇത് വർക്കിംഗ് അല്ല. ലാസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്ക് ശേഷമാണ് ഈ ഫയർ വർക്ക് ചെയ്യുന്നത്. അതായത് കമ്പനിയുടെ ഫയറും പരാജയം തന്നെയാണ്. സേഫ്റ്റി പരാജയമാണ് കമ്പനിയുടെ. ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം അനധികൃത ബിൽഡിംഗാണ്. ഒരു ബിൽഡിങ്ങിന് നമ്പറില്ല. ഏതൊരു കെട്ടിടം വാങ്ങിയതിൻ്റെ ആ നമ്പർ വെച്ചാണ് ഇവർ 6-7 കെട്ടിടങ്ങളും ഇവിടെ പ്രവർത്തിക്കണം. ഇതെല്ലാം പഞ്ചായത്ത് എല്ലാ രീതിയിലും തടഞ്ഞു വെച്ചേക്കാണ്. ലൈസൻസ് കൊടുത്തിട്ടില്ല. പുലർച്ചെ സമയത്ത് 4 പേരാണ് ഈ കപ്പലിനകത്ത് ജീവനക്കാരായി ഉണ്ടായിരുന്നത്. മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി മാത്രമായിരുന്നു ഈ സീ ബ്ലൂ ഷിപ്പ്യാർഡിലും ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. എന്നാൽ കമ്പനിക്കെതിരെ നാട്ടുകാരും പ്രതിഷേധമറിയിച്ച് രംഗത്തെത്തിയിരുന്നു. മീഡിയ 1 കൊച്ചി.